ചെവിയൊക്കെ പൊട്ടക്കണ കേക്കാവോ? നിന്റെ അടുത്താ പൊട്ടക്കണ. ആ ഓക്കെ. അപ്പൊ നീ പൊട്ടനെ നീ സമ്മതിച്ചു. വണ്ടിന്ന് മാറിക്കാവോ? നീ പൊട്ടനെ സമ്മതിച്ചു. ഇത്ര നേരം ഹലോ വെച്ചപ്പോ എനിക്ക് ചെവിക്കാർ എന്തെങ്കിലും ഉണ്ടായിരുന്നു നിന്റെ വണ്ടിയിൽ നിന്ന് വന്ന് മാറി നിൽക്കാവോ? സൗകര്യം ഇല്ലടാ പൊട്ടക്കണ്ണ. എന്താ വെള്ളിയാണോ പൊട്ടക്കണ്ണനെ 1 കിലോ പഴം കൊടുക്കണം. ആ മാസ്ക് ഉണ്ടല്ലോ ഊരി വലിച്ചെന്റെ വായിക്കാത്ത പറ്റും മാറ്. നിങ്ങൾ സംസാരിക്കടാ. ഹലോ ബ്രോ. ഹലോ പേരെന്താ ബ്രോ? നിങ്ങളുടെ തീരത്തിന്റെ നിങ്ങൾക്ക് പുറത്തിറങ്ങോ? പറഞ്ഞോ കേക്കാം. എന്താ തുമ്പെന്ന് പറഞ്ഞ ബ്രോ? പിന്നെ ബ്രോ അതെന്തിനാ ട്യൂബ്ലൈറ്റ് മാറ്റുന്നത്? അവരുടെ ലീഡറിനെ 2 ദിവസം വാടകയ്ക്ക് മേടിച്ചാ പോരെ? കൊണ്ടുവന്ന് നിർത്താം. കത്തിച്ചിരിക്കാൻ പറ്റുമോ ബ്രോ? നിങ്ങളുടെ ലീഡറിന് 2 ദിവസം ഒന്നും നിൽക്കാൻ പറ്റുമോ ബ്രോ? ഓക്കെ ആണോ? അറിയത്തില്ലെന്ന് ബ്രോ. അതിപ്പോ എങ്ങനെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം ചെയ്യും. നമുക്ക് നമുക്ക് നോർമൽ റോബറി അടിച്ചല്ലോ. ഹോസ്റ്റേജ് വേണമല്ലോ. നമുക്കൊരു ഫ്ലീക്കർ റോബറി അടിക്കാം. നമ്മള് ഗണ്ണീന്ന് ഹോസ്റ്റേജ് നമ്മള് ഫ്ലീക്ക് അടിക്കുന്നു. നീ ഇറങ്ങുവാ. നീ ഇറങ്ങ്. നമ്മള് നോർമലി സിറ്റിസൺ നമ്മളെ പോവാ. അവനെന്ത് ക്യാരി അടിച്ചടാ. ഒറ്റ ഗ്യാങ് വൈസ് സൂക്കല്ലേ കേട്ടല്ലോ? ഒറ്റ ഗ്യാങ് വൈസ് സൂക്കല്ലേ ഒരുത്തനും. ഓക്കെ സിറ്റിസൺ ആയിട്ട് അവനെ അങ്ങനല്ല അവനെ റോബറി അടിക്കാനാണ് കൊണ്ടുവന്നത്. അവന്റെ ഇൻഡിവിജ്വൽ ക്യാരക്ടർ ആയിട്ട് മാത്രമേ ഇതാക്കാവുള്ളൂ. ഓക്കെ ഗ്യാങ്ങിനെ മെൻഷൻ ചെയ്യല്ലേ. അപ്പൊ ഇനി റോബറി അടിക്കാം. റോബറി അടിച്ചിട്ട് വാ ബ്രോ. എന്താണ് ബ്രോ ഫിയറില്ലേ ഫിയറില്ലേ എന്താണ് ഇതെന്താണ് ബ്രോ? ഇതെന്താണ് ഫിയറില്ലേ? എന്താടാ ഫിയറില്ലേ ഇവന്? 3 കണ്ടെയ്ൻ ചെയ്യുമ്പോ അവന് ഫിയറില്ല. മനസ്സിലായില്ലേ? നമ്മള് ഒരു റോബറി അടിക്കാനായിട്ട് അവനെന്താ കൂടെ വന്നാലെന്താ? അവന് ഗണ്ണയിച്ചപ്പോ മാസമായിട്ട് കിടക്കുന്ന ആര്? അർജുൻ ദാസ്. അവൻ എന്താ? അവന്റെ ശവം എന്താ കാണുന്നില്ല? ഇവിടെ എന്ത് നീ എന്താണേലും നീ റൊസാരി ആണേലും ആരാണല്ലോ ഇവിടെ ഫിയർ കാണിച്ചോണം. മനസ്സിലായോ? ഇവനെ പൊക്കടാ. ഇവനെ കൊണ്ടിട്ട് ഇവൻ ഇന്ന് ഫിയർ കാണിച്ചിട്ട് വിട്ടാണടാ. നീലെ ഇവനുണ്ടല്ലോ ഇവന് ഫിയർ കാണിച്ചു. സ്റ്റാഫ് സിറ്റിയിലെ കക്കൂസി ഇവനെ കൊണ്ട് കഴിപ്പിക്കാം. വാ ഇത്ര ഉള്ളു. ഇവനിന്ന് ഫിയർ കാണിക്കും. ഇവനെന്താ ഫിയർ ഇല്ലാത്ത എന്താ? അവനെന്താ നിന്നെന്താ മറ്റേ റോബറിക്കല്ലേ നമ്മൾ വിളിച്ചത്? വേറെ എന്തെങ്കിലും ലോസ്റ്റായിട്ട് ഇവിടെ ആരെ വേണേലും ഗൺ പോയിന്റ് ചെയ്ത് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും റോബറിക്ക്. ഇനി ഇത്രേ ഉള്ളു. വാടാ ഇനി ഇത്രേ ഉള്ളു. വാ നീ പൊങ്ങിട്ട് ഇനിയിപ്പോ നീ ഉണ്ടല്ലോ. ഇനിയിപ്പോ നീ വന്നിട്ട് സ്റ്റാഫ് സിറ്റിയിലെ അല്ലെങ്കിൽ ഏതിലിട്ട് എവിടത്തേലും എന്താണ് ഇത് കഴിയും. അടാ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ട് പോക്കേണ്ടി വരും. ഫിയർ ഇല്ലാത്ത പയ്യനാണ്. അവർ ചെയ്യത്തില്ല. നമ്മളെ റേഡിയോ ഉള്ള ഇത്ര 25 പേരില്ലാത്ത സിറ്റുവേഷൻ എടുക്കത്തില്ല കേട്ടോ. അത് സിറ്റി ഫുള്ള് തീ
ഇത് എന്ത് പാടാ കേറി കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടേക്ക് 15%. ഞാൻ പൊങ്ങി ആണ് അവനെ ഹോസ്റ്റ് എടുത്ത് എല്ലാരും ക്യാമറ അണ്ണ അണ്ണ ഇനിയിപ്പോ 2 മണിക്കൂർ അഭിനയം കാണണം അവൻ. ഉണ്ട്. അഭിനയായിരിക്കും. അല്ലേ അണ്ണ എത്ര ദിവസമായിട്ടോ നമ്മള് കണ്ടിട്ട് എത്ര ദിവസമായി ഓ പറഞ്ഞോ അണ്ണ ഓ പറഞ്ഞോ കൊറേ ദിവസമായി കണ്ടിട്ട്. ആ സുഖല്ലേ അണ്ണ സുഖല്ലേ സുഖം എന്തുവാടാ? സുഖക്കുറവാടാ അവനെ. സുഖം വലിയ സുഖമൊന്നുമില്ല. ആണ് വാ അവനെന്ന് എടുക്കട്ടെ ഇല്ലെങ്കിലേ കാര്യം പറയട്ടെ, ഓ പറഞ്ഞോ ഇത് പ്രീവാർ അടിച്ചു കഴിഞ്ഞില്ലേ നമ്മള്? ഇല്ലിൽ ഒന്നും അടിച്ചിട്ടില്ല. ഇവന് ഇപ്പൊ ഗ്യാങ്സ് കൊണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇനി പ്രീവാറേ ഉള്ളൂ. ഇനിഷ്യൽ കഴിയോ മോനെ ഇന്ന് 25 പേരുണ്ടെന്ന് വല്ല ഉറപ്പുണ്ടോ? 20 പിള്ളേരെല്ലാം ഇട്ടിട്ടുണ്ട്. രാത്രിയിലത്തേക്ക് എല്ലാരും കാണും. കണ്ടാ നിനക്ക് കൊള്ളാം. എടുത്തൊരു ചുഗുറു എടാ ഇവനെ എടുത്ത് ഇനിയിപ്പൊ കുറച്ച് കഴിയുമ്പോ ടൈം ഔട്ട് ആവേ ഒന്നുമില്ല, ഞാൻ പുറത്തിരിക്കുമോ? ടൈം ഔട്ട് ആക്കി പിന്നെ കൊറേ നാളില്ലല്ലേ അയ്യോ അങ്ങനെയാണ് പോയല്ലോ. അണ്ണനോട് അതൊന്ന് പറഞ്ഞോടൊന്ന് പറഞ്ഞു കൊടുത്തേ അവനെ. നേരത്തെ പറഞ്ഞത് എന്തോ പറഞ്ഞു കൊടുക്കാന്. നമ്മുടെ ഗ്യാങ്സ് ഇറങ്ങി വരുന്ന ഇവൻ. എന്താടാ ഹലോ അവനെന്താടാ വീണ്ടും കൊന്നേ? പൊങ്ങിയില്ലാന്ന് തോന്നുന്നു. പൊങ്ങിയില്ലേ അവൻ? ആള് 10 മിനിറ്റ് ആയില്ല. 15 പണ്ണൊന്ന് ചാർജ് ആയി. വലിയ കൊണയൊക്കെ വലിയ നമ്മൾ ഒന്നിക്കും ഇല്ല. ഇടക്കിടക്ക് മാഞ്ഞു ഇടക്കിടക്ക് പയ്യാനൊന്ന് മാഞ്ഞു. ഇല്ലില്ല പൊങ്ങിയില്ലടാ. അതെ ആരോ വന്ന് ഇടിച്ചപ്പോളേ എന്തോ അവൻ OCC ട്രാക്കുന്നത് അവന് നമ്മളിടയ്ക്ക് മറ്റേ കുറച്ചു പേര് പോയില്ലേ, അതിന്റെ കേസൊക്കെയാണ് അവൻ പറയുന്നത്. മനസ്സിലായോ? അവന്റെ പൊലയടിക്കുന്ന പറിച്ചു കൊടുക്കായിരുന്നു. ഇന്ന് ഇവ ഫിയർ എന്തോന്ന് അറിയോടാ പാല. ഇപ്പൊ ശിഖണ്ഡിയെ പോലെ നടന്ന് ആടിക്കണം എനിക്ക് ഇവനെ. ശിഖണ്ഡിയെ പോലെ കൊടുക്കണമെന്നുണ്ട്. എങ്ങനെയുണ്ട്? സത്യം ലാസ്റ്റ് ലൊക്കേഷൻ കൊടുക്കണമെന്നുണ്ട്. അല്ലടാ അല്ലല്ല സിറ്റുവേഷൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. അഡ്മിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇതാക്കി തരും. കത്തിപ്പോണെങ്കിൽ അത് ഇവനെ തിരിച്ചു തന്നേക്കാന്ന് പറയാം. മണിയനെ വിളിക്കട്ടെ. അണിയാ നിനക്ക് ആദ്യം ചെവി കേൾക്കുന്നുണ്ടോ? ഇത് പൊങ്ങിയത് തന്നെയാണോ? ഇത് പൊങ്ങി മിന്നിയ പൊങ്ങി. ദൈവത്തോടാ ഞാൻ വിളിക്കാം. എന്തൊരു അഭിനയാന്ന് നോക്കണേ കണ്ടീട. ആ പൊങ്ങി കളി അതാണ് കൊരങ്ങന്മാരെ തൂക്കിലടി തുറന്നിട്ടിട്ടുണ്ടാവൂല. അന്നാ വരുന്നുള്ളൂ. വരുന്നേ ഉള്ളൂ. മരം കയറിയൊക്കെ വരുന്നേ ഉള്ളൂ. ഉച്ചക്കത്തും പറയരുത്, പണ്ടത്തും പറയല്ല. രണ്ടും പറയല്ലേ, വേറൊന്നും പറയല്ലേ സിറ്റുവേഷന്. ഹലോ മച്ചോ കുട്ടാ മോനെ എടാ നിനക്ക് വാറൊന്നും സംസാരിക്കടാ. സംസാരിക്കട സമയം കളയില്ലടാ. എന്ത് പാടായിട്ട് എത്ര സമയം എന്താടാ മോനെ ഇത്?
ആരിലും ഒരാൾ അവനെ ഒന്ന് ക്യാരി അടി അവൻ അക്സെപ്റ്റ് ചെയ്യണല്ലോ അതാ അക്സെപ്റ്റ് ചെയ്ത് എങ്ങനെ എടാ മറ്റേ ഇവനെ എടുക്കുന്ന ക്യാരി ഉണ്ടല്ലോ ഡയറക്റ്റ് അതെങ്ങനെ അത് അടിക്കാൻ പറ്റില്ല പറ്റില്ലല്ലോ സിറ്റുവേഷനിൽ പറ്റൂല ഹലോ ദൈവം ദൈവത്തിനെ വിളിച്ച് ഹെൽപ്പ് ഇട്ടായിരുന്നു വന്നില്ല ഞാൻ ഹെൽപ്പിട്ടു അവിടെ എല്ലാരും ഹെൽപ്പിട്ടെ അല്ലെ വാർച്ചാരി ഇടണം അഡ്മിൻ കമ്മിറ്റി വാർച്ചാരി ഇട്ടാ മതി ഇതൊക്കെ ഇവനെ എപ്പോഴാ നമുക്ക് ഊഹിക്കാന്നല്ലോടാ ബാല പിന്നെ നീ എന്തായാലും ഇവിടെ കാണുമല്ലോ പിന്നെ അണ്ണുമാരെ വിളിച്ചേ മതിയടാ ആരും കൊല്ലല്ലേ അവനെ കൊല്ലല്ലേ ഇല്ലടാ കൊല്ലല്ലേ എടാ ഇടിച്ച ചിലപ്പോ ചത്തു വരിക്കും അണ്ണു എന്തോ 2 വെടി വെച്ചവനെ ഇടിച്ച അവൻ ചത്തു ഇതൊക്കെ എന്തൊരു ഇതാന്ന് പറയുന്നത് ഇവ എന്താണ് മിണ്ടാത്ത എടുത്തോണ്ടോ പറ്റത്തിലുണ്ടോ ഇവൻ ഇതാക്കാതെ എന്തുപാടാ ഇങ്ങനെ അപ്പിക്കളി കളിക്കുന്നേ എടാ ഒരു സിറ്റുവേഷൻ മോനെ കാണിക്കുന്നേ നീ വായിലൊന്നും ഇല്ല പറയടാ എന്തേലുമൊക്കെ പഴമാണോ അതിന്റെ പഴം ഇത് മുന്തിയനെ പറഞ്ഞ ഒറാങ്കുട്ടന്റെ ശബ്ദം ഉണ്ടാക്കേണ്ടി വരും ഒറാങ്കുട്ടന്റെ ശബ്ദം ഉണ്ടാക്കേണ്ടി വരും അങ്ങനൊക്കെ പറഞ്ഞ കട്ടത്തോളാ 2 പഴം കൊടുത്ത പയ്യൻ ഹാപ്പി അവിടെ ഇവനെന്താ മിണ്ടാത്തേ ഇവ ശരിക്കും നിക്ക് ഇവ എവിടെ നിന്ന് നമുക്ക് ഊഹിക്കാന്നേ ഉള്ളു ഇവന്റെ ഒക്കെ രമേശൻ ഇനി ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കണോടാ ബാല അതുപോലെ ചെയ്യേണ്ടി വരും ഇവൻ നീ ഇവിടെ നിക്കോ എനിക്ക് ദേഷ്യം വന്നിരിക്കും വേഗം അടിച്ചു വേഗം വീട്ടിൽ പോകണം ഇത് എന്തൊരു കഷ്ടമാക്കിയാന്ന് ഇവനൊക്കെ മനപ്പൂർവ്വം ഇവനൊക്കെ വേണം ഇവനൊക്കെ സിറ്റി കത്താൻ വെയിറ്റ് ചെയ്യുകയാണ് ദൈവം നിക്കുന്നു ഹലോ ദൈവമേ ഹലോ റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറയണേ അപ്പൊ അവനെ നോക്കിയാ പുട്ടുപോലെ നോക്കിയോ ദൈവം വന്നിട്ട് പോയാണോ റെസ്പോണ്ട് ചെയ്യാൻ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് പ്രാന്ത് കയറുന്നുണ്ട് കേട്ടോ നിന്നെ ഇന്നുകൊണ്ട് ഞാൻ മറ്റേ പിങ്ക് ഷഡ് ഇടിപ്പിച്ച് ഞാൻ ആടിക്കും ഞാൻ നിന്നെ സാരി ഉടിപ്പിച്ച് ആടിക്കും ഞാൻ ഒരാള് കൈ കയറിയോ എടാ ഞാൻ അതാ വെച്ചേ ഗ്യാങ് വണ്ടി യൂസ് ചെയ്യണോ അതോ മറ്റേ വണ്ടി സിവിൽ വണ്ടി യൂസ് ചെയ്താ പോരെ അവനെ എടുത്തിട്ട് കല്യാണത്തിനുണ്ടോ അങ്ങനെ ഹാപ്പിയല്ലേ നിങ്ങള് നിന്റെ അച്ഛൻ വന്നില്ലടാ സാർക്ക് അച്ഛൻ വരും അച്ഛാന്നൊന്ന് ഒച്ചത്തെ വിളിച്ചു നോക്കി എങ്ങനെ വിളിയിട്ട് വന്നാലേ ഫൈനലി സപ്രസ് ആല്ലേ അണ്ണു പറഞ്ഞോ എന്താണ് എന്തേ അവനെന്തേ നീല പക്കാടാ നീല
ഞാനല്ല റിലീസ് ഞാനല്ല നീ തന്നെ അടിച്ചേ റിലീസ് അടി അല്ല എന്നെ ആരെ രണ്ടുപേരെടുത്ത് താഴെ നിക്കടാ കട്ടി നീ താഴെ നിനക്കെന്താ ഫിയർ ഇല്ലാത്ത അല്ലല്ല ഒറ്റക്കാരിയാണോ എല്ലാരും കൂടെ കിടന്ന് അടയ്ക്കാണ്. എടാ ഒരാളേക്ക് ജുഗുറേക്ക് പറഞ്ഞാലോ അതന്നെ ഏത് ഗ്യാങ്ങാ ആ സിറ്റിയിലെ അടിപൊളികള് സിറ്റിയിലെ എല്ലാ ഇറങ്ങിയത് അടിയുള്ളത് കണ്ടികള് അങ്ങനെ പറയണ മുട്ടേലിരിയടാ മുട്ടേൽ ഏതാണോ നിന്നെ തോൽപ്പിക്കാനാ മുട്ടേലേന്ന് ഇരിയടാ അങ്ങോട്ട് ഒറ്റ അവന് ഹീല് ആർമർ ആദ്യം ഹീല് ആർമർ ഫുഡ് കൊടുത്തടാ വെയിറ്റ് ചെയ്യണം അവനില്ലേ ചാവാണ് ചത്തുപോ അവൻ ഈ മറ്റേ സംസാരിക്കട്ടോ നീ അല്ലാത്തപ്പോഴൊക്കെ നല്ല സംസാരം കഴിക്കേക്ക് ഫുഡും ഇലുവല്ലാടി പഴം എന്തിനാ അവന്റെ വായി രാവിലെ എല്ലാരും തിരികെ കൊടുക്കാറുണ്ട് പഴം പഴത്തിന്റെ ആവശ്യമൊന്നുമില്ല അവന് അതെ മതി ഹീലൊക്കെ ഇരിയടാ അങ്ങോട്ട് പറയണ കേട്ടാ ആണോ പിന്നെ ആരായിട്ട് തോന്നുന്നു എന്റെ പൊന്നു സഹോദര മോനെ ഇരിക്കും അവൻ പോയോ അവനതൊക്കെ ഇഷ്ടമല്ലേടാ ബാല മുട്ടിൽ നല്ല ശീലം ഉണ്ടതാ ഫിയർ കാണിക്കാനി അത് ചോദിക്കട്ടോ ഫിയർ കാണിക്കാൻ എന്താ ആൾക്കാരാ നമ്മള് മാന്യമായിട്ട് സംസാരിക്കണമെന്നും പറഞ്ഞിട്ട് മാന്യത കളയിക്കുന്ന ലെവൽ എത്തിക്കരുത് നീ. അതെ എന്തുകൊണ്ടിട്ടാണ് മുൻ ഫിയർ കാണിക്കാനേ ഒരു വട്ടം ഞാൻ ഇത് നിനക്കുള്ളതാണേ നീ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഞാനാണ് ഹോസ്റ്റേജ് ഇരിക്കാൻ അങ്ങോട്ട് ഇത് തിരുവനന്തപുരം സൂവല്ല ഇത് മോനെ ഇനി പറ മോനെ അവിടെ എല്ലാരും ഒന്നും മോൻ എന്തുകൊണ്ട് ഫിയർ കാണിച്ചില്ല കേക്ക് എന്താണ് കാണിക്കല്ലേ അപ്പൊ കാണിക്കാൻ എന്താ ബ്രോ അപ്പൊ കാണിക്കാത്ത ഓ പിന്നല്ലാതെ വിചാരിക്കല്ലേ പോയതാ പിന്നെ അണ്ണു അവന്റെ അടുത്ത് എടാ ഹീലും ഇതൊന്നും അടിച്ചു രണ്ടും കൊടുത്തു അല്ലല്ല അവൻ കൊടുത്ത് അടിച്ചിട്ടില്ല അവൻ അടിച്ചിട്ടില്ല ഹീലടി അവൻ കരയാണോ ഒരു ദാക്ഷണ്യമില്ല എനിക്ക് പറഞ്ഞു കേട്ടോ ഞാൻ ഇരിക്കുമ്പോ ഒരു ദാക്ഷണ്യമില്ല പേടിയുണ്ടോ എന്തിനു പേടിക്കണതോ ഓ നാടകം നിന്റെ നാടകം കളിക്കാൻ അവിടെ കൊണ്ടുവന്നേ മാന്യമായിട്ട് സംസാരിക്കുന്നു കരുതി നീ ചുമ്മാ തോളെ കയറിയിട്ട് ചൊറിയരുത് നീ കണ്ണീര് തുടക്കി നീ കണ്ണീര് തുടച്ചിട്ട് നീ സൗണ്ട് ഒന്നും റേസ് ചെയ്യല്ലേ കണ്ണീര് തുടക്കാതെ പറമനെ നീ പറഞ്ഞേ അപ്പൊ എന്താ ഫീർ കാണിക്കാൻ നീ സമയം കൂടും ഫിയർ കാണിച്ചു മറന്നുപോയെന്നോ ഇപ്പൊ നീ മറന്നുപോയില്ലേ ഫിയർ കാണിക്കാനായിട്ട് ഇപ്പൊ ഓർത്ത് അവൻ ഓത്ത് നമ്മുടെ പറയണായിരിക്കുന്നുണ്ട് മര്യാദക്ക് പറയുന്നതിന് ഉത്തരം പറഞ്ഞിരുന്നാ മതി കേട്ടോ, അല്ലാതെ നീ ഇടയ്ക്കിടയ്ക്ക് എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഒരു കാര്യം ചെയ്യടാ, അവൻ എന്തൊക്കെ കഴിവുകളുണ്ട്, നിനക്ക് എന്താ കഴിവുകളുണ്ട്? ഈ പാട്ട് പാടല്, വണ്ടി കഴുകുന്നത്, കക്കൂസ് കഴുകുന്നത്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടോ നിനക്ക്?
ആ അപ്പൊ ഇങ്ങനെയൊക്കെ പഠിക്കുന്നത് നമുക്ക് ഗ്യാങ് വണ്ടി ആദ്യം കഴിക്കല്ലേ ഗ്യാങ് വണ്ടി കഴിക്കല്ലേ ടീഷർട്ട് അങ്ങോട്ട് വരും ആദ്യം ടീഷർട്ട് അങ്ങോട്ട് ആ. വണ്ടി അങ്ങോട്ട് കഴിവ് ആ വണ്ടി കഴിയോ ഗ്യാങ് വണ്ടി ഒന്ന് കഴിയേ ഗ്യാങ് വണ്ടി ഒന്ന് കഴിയേ ഗ്യാങ് വണ്ടി ഒന്ന് കഴിവ് ഗ്യാങ് വണ്ടി ഒന്ന് കഴിയേ മറ്റേ ആമ വണ്ടിയല്ല ഇത് കേട്ടോ. ഓ ആ അതിപ്പോ ഒരു 15 മിനിറ്റ് അത് കഴിഞ്ഞ് വേറെ പരിപാടികളല്ല കേട്ടാ അതുവരെ വണ്ടി കഴിക്കൽ ചെറിയ ചെറിയ പരിപാടികൾ ഞാൻ ഒരു കാര്യം പറയട്ടെ റോസാരിയോ നീ നമ്മുടെ കിട്ടിയത് നിന്റെ ഭാഗ്യം സത്യം. എന്തെങ്കിലും ഒരു മൂളല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ നിനക്ക് വീട് ചേട്ടന് നല്ലൊരു മൂളലല്ലേ സത്യം പാട്ടുപാടാൻ കഴിവുള്ള ഒരു മൂളലല്ലേ മൂളല് വേണ്ട നീ അണ്ണാന്ന് വിളിച്ചതില്ലേ കണ്ണ ഇങ്ങ വന്നേ കണ്ണ ഒരു സൈഡ് മാത്രം വരയ്ക്കാടാ എല്ലാ സൈഡും വരാ പാട്ടുപാടിയാൻ കഴിവുള്ള പറയണ അവനെ കൊണ്ടേ വാക്കിംഗ് സ്റ്റൈൽ അത് സമയമുണ്ട് ഒരാൾ വരാണ്ട് വെയിറ്റ് പാടിയിട്ട് പോയാൽ മതി. ചിച്ചി പാട്ട് പാടിത്തരാൻ എന്താ മൂള് നീ ഇത് ഇത് നിന്നെ വെക്കുന്നത് ഇതിന്റെ രാത്രിയാകുമ്പോ രമേശൻ നിന്നെ വെക്കുന്നതല്ല വെക്കുന്ന സൗണ്ട് ഉണ്ടാക്കാനല്ല പറഞ്ഞത് മൂളാ അങ്ങോട്ട് കഷ്ടം തന്നെ കേട്ടോ കഷ്ടം തന്നെ നമ്മുടെ മാന്യത പിടിപ്പിക്കാൻ നീ ഓ. അങ്ങോട്ട് ഞാൻ ഹോൾഡ് ചെയ്ത് ആ എന്നെ എന്നെയാണ്ടോ നെർഫ് ചെയ്ത് വെച്ചേക്കാ അഴിച്ചുവിട്ടാ നീയേ നീ പാടിയിട്ട് പോയാ മതി ആ ഇങ്ങനെയാണ് പാടി പഠിക്കുന്നത് നീ പാട് പാടിയിട്ടേ പോത്തോളൂ നിന്റെ കഴിവുകൾ വേദി ചെയ്ത് സമയം കൂടുവേ തറയാക്കല്ലേ നമ്മളെ തറയാക്കല്ലേ നീ. അത് അവൻ തന്നെ ഉണ്ടാക്കിയതാ ഇത് കറക്റ്റ് കേട്ടാ സിദ്ധിയുണ്ട് ഉണ്ട് നമുക്ക് ഇവൻ കൊരങ്ങന്റെ സൗണ്ട് ഒരു ഇപ്പൊ ഉണ്ടാക്കിയത് 1 മിനിറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും അത് അടിപൊളിയായിരിക്കും ബ്രോ അത് അടിപൊളിയാ നാച്ചുറലി വരുന്ന നാച്ചുറലി വരുന്ന സാധനം ഒന്നുകൂടെ ഇല്ലടാ നേരത്തെ മൂളില്ലേ അത് 1 മിനിറ്റ് മൂള് ഓ പറടാ നിർത്താണ്ട് മൂളിക്കുക ആണോ അതെല്ലാം കൊടുക്കാം ഒരാൾ വരാനുണ്ടോ വെയിറ്റ് ചെയ്യാൻ ഞാൻ ഇല്ല 10 സെക്കൻഡ് ആയുള്ളൂ ബാക്കി 50 സെക്കൻഡ് പറയാൻ നിർത്തിയാൽ മിണ്ടല്ലേ ഓ ഇത് ഇതിന് സെർജി വെക്കുന്ന ശബ്ദം പറഞ്ഞില്ലേ വെച്ച് ഇവനെ വെച്ചാലോ ഓ ശരി അവന് ശബ്ദം മാറുന്നേട്ടാ ഇതൊരു 2x സ്പീഡ് ഇട്ട് കഴിഞ്ഞാൽ പല സൗണ്ടുകളും അതിനെ അല്ല ഇത് ഒരു സൈഡ് മാത്രം വരച്ചോണ്ടിരിക്കുക വണ്ടി മൊത്തത്തിൽ കഴുകണം ചുറ്റിനും നടക്കും മാറി നിൽക്കണേ എല്ലാരും വെച്ച് എല്ലാരും സ്പേസ് നടന്നു കഴുകുക അങ്ങോട്ട് നടന്നു കഴുകുക ആഹാ ഒരു കാര്യം ചെയ്യാം ഒരു മാലയും കൂട്ടി ഇരുത്തി നിന്നെ രാജാവാക്കട്ടെ ഇവിടുത്തെ എടാ എണീക്കടാ കണ്ടി എണീക്കടാ കണ്ടി ഇവരത് കുടിച്ചു നിർത്തിയാലോ പാടാ പിന്നെ കുറച്ചുനേരം അതിപ്പോ സമയമില്ല സമയമുണ്ട് 10-15 മിനിറ്റ് പോലും ആയിട്ടില്ല സമയം ഇഷ്ടംപോലല്ലേ കഴുകട കണ്ടിപ്പട്ടി നീ ഇറങ്ങുന്നത് നീ കഴുക് നീ ഇത് കഴിഞ്ഞ് നിനക്കൊണ്ട് ചങ്ങ് കഴുകട്ടാ റൊസാരിയോ അവന്റെ സ്പോർട്സ് സ്പിരിറ്റ് കേട്ടാ ഇതില് സ്പിരിറ്റ്
ഇതില് സ്പിരിറ്റാ സാറേ തഗ് തന്നെ കേട്ടോ, തഗ് തന്നെ. പറയുന്ന അവന്റെ സ്പിരിറ്റ് കേട്ടില്ലേ? റൊസാരി ഒരു കണ്ടി ആ റൊസാരിയെ കണ്ടി പറ്റത്തെ പത്തനം പറ. പറഞ്ഞോ നേരത്തെ പറഞ്ഞില്ലേ റൊസാരി ഒരു കണ്ടി, റൊസാരി ഒരു കണ്ടി, അങ്ങനെ പറ. അത് നമുക്കറിയാം, പറയണ്ട, നീ എടുത്തെടുത്ത് പറയണ്ട, അറിയാം. എടാ ഇനിയിപ്പോ സെർജിയോ അടുത്ത അടുത്ത സെർജിയോ കണ്ടി, സെർജിയോ കണ്ടി, നമുക്കറിയാം, നാട്ടുകാർക്ക് എല്ലാം അറിയാവുന്നൊരു കാര്യമാണത്. ഇങ്ങനെ പറ. പ്രത്യേകിച്ച് പറയണ്ട. മതി, 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 അല്ല സമയം ഒരാളോട് വരാനുണ്ടോ? ഒരാളോടെ എല്ലാരും വരണ്ടാണ്, എല്ലാരും വരണ്ടാണ്. ഞാൻ ഒന്ന് സമയമുണ്ട് 10-20 മിനിറ്റ് മണ്ടക്കുണ്ട് ഇനി. ഇത്രയും പെട്ടെന്ന് എടാ റൊസാരി, ഇത്രയും പെട്ടെന്ന് ഹോസ്റ്റേജ് ആവുമെന്ന് വിചാരിച്ചായിരുന്നു. നീ തുടച്ചോണ്ട് സംസാരിച്ചോ? ഇത്രയും പെട്ടെന്ന് തുടക്കല്ല, നീ കുറച്ചേരം എടാ കക്കൂസ് കഴിക്കടാ. ഇല്ല വണ്ടി മതി, കക്കൂസ് കഴിക്കടാ അവനെ കൊണ്ട്. നിന്നെ മാലയിട്ട് ഇവിടെ ഇരുത്താടാ. നിന്നെ വണ്ടി മാത്രം തൊലിച്ചോണ്ടിരിക്കാം. പോയി കക്കൂസ് കഴിയടാ കണ്ടി. നീ ഇവിടുത്തെ പോ കക്കൂസ് കഴിയടാ കണ്ടി പോണ. അതല്ലേ വൈബ്. സോറി ശൗചാലയം വൃത്തിയാക്കാൻ പറയണം. അവനെ അത് മാന്യമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ ചായ. മണീനെ നടക്കടാ. റൊസാരിയോ പോണ്ടെന്ന് പറയണം. അവൻ ജീവിതത്തെ ആദ്യമായിട്ട് സത്യം പറയണ. കേട്ടല്ലോടാ പറയുന്നതിന് ഇഷ്ടപ്പെട്ടല്ലേ? നീ കക്കൂസ് കഴിക്കും. അവിടെ കയറി പിടിക്കല്ലേ, കഴിഞ്ഞിട്ട് മതി. നമ്മൾ തുടക്കി കണ്ടി. കഴിയോടാ കഴിയോടാ കഴിയോടാ. എടാ ഇരുന്ന് കഴിയടാ. എത്ര ആൾക്കാര് കക്കൂസെന്നറിയോടാ. കാണാനി ഇനി 15 അവനെ വിളിച്ചോക്കട്ടെ, മര്യാദക്ക് ഫ്ലേക്ക് അടിക്കാൻ വന്നാ പോലെ എന്തിനാന്ന് മാസം സത്യല്ലേ റോബർ അടിച്ചിട്ട് വിട്ടേരെ ഇവനെ. ഫിയർ അങ്ങ് കാണിച്ചാൽ പോരായിരുന്നോടാ റൊസാരി? അല്ല ആവശ്യം ഉണ്ടായിരുന്നു. സത്യം അടിക്കാൻ താല്പര്യമില്ലെന്ന്. എടാ നിന്റെ താല്പര്യം തൊലിച്ചോണ്ടല്ല അടിക്കുന്നത്, മനസ്സിലാണോ? നിന്റെ താല്പര്യം ഹോസ്റ്റേ കൊണ്ടുവന്ന് നിന്റെ താല്പര്യം ചോദിച്ചാണ് കൊണ്ടുവന്നേ. ഇത് ഇതിനകത്തൊരു റൂളൊക്കെ ഉണ്ട്, മനസ്സിലായോ? കേട്ടോ? നമ്മള് അതൊക്കെ അറിയാം. അതെന്തോടാ നീ മൂളുന്നെ? കൊല്ലാൻ വേണ്ടിട്ടുള്ള മറ്റേ റേസ് കൊല്ലല്ലേ? അതൊക്കെ അവന്റെ കൊല്ലാൻ വേണ്ടിയുള്ള ട്രിഗറിങ് അവന്റെ. ഞാനൊരു കാര്യം പറയട്ടെ, നീ നേരത്തെ ഉണ്ടാക്കിയ സൗണ്ട് ഒക്കെ ചേർന്നേ മറ്റേ അടുത്ത ഡിസ്നിയുടെ പുറത്ത് കൊരങ്ങനെ ഡബ് ചെയ്യാൻ കൊടുക്കുക. അതല്ലേ തായ്ലാൻഡിൽ ഉറങ്ങോട്ട് ചാടിപ്പോയി മറ്റേ പിടിക്കേക്ക് പിടിക്കുന്നത്. നീ ഒന്ന് പോയി നിൽക്കോ വേറെ രാവിലെ ഇട്ട് വേദന വരെ ഊഞ്ഞാലെ വന്നിരിക്കുന്നവർക്ക് ഒരു പിടിക്കേക്ക് പിടിച്ച അവന്റെ ആഗ്രഹം. നീ വേണ്ട രമേശന് രമേശന് ഡൈനോസറിന്റെ സൗണ്ട് ഉണ്ടാക്കൂ. ഇല്ല എന്തൊക്കെ സൗണ്ട് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അത് ശരി. അതെന്താ? എടാ ഞാനൊരു കാര്യം പറയാം, മാന്യമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നീ അതുപോലെ നിന്നാ നിനക്ക് കൊള്ളാം. മനസ്സിലായോ? ഓ എന്താടാ നിന്റെ വായിക്കാത്ത കേറിയോ? ഇവനുവേണ്ടി സ്പെഷ്യൽ ഡ്രസ്സോ? അപ്പൊ സ്പെഷ്യൽ ഡ്രസ് ഇനി ബാക്കി വേറെ പരിപാടിയാണ്. 15 മിനിറ്റുള്ളൂ. 15 മിനിറ്റ് നാടകം നടക്കാൻ പോകും. നിന്റെ നാടകം കഴുകിയത് മതി. ഇത്ര ആത്മാർത്ഥം വേണ്ടടാ. അവനെ അങ്ങ് ഇഷ്ടപ്പെട്ട് കഴി പറ്റത്തില്ല. അതിപ്പോ അല്ലേലും ഒന്നും ഇല്ലല്ലോ, പ്രത്യേകിച്ച് ഔട്ട്ഫിറ്റ്സിന്റെ കാര്യങ്ങളുണ്ടോ. അവനെ ഇങ്ങനെ കൊണ്ടുവന്നാണ് അവനെ.
പെട്ടെന്ന് ഇട്ടാൽ അടുത്ത പണി പെട്ടെന്ന് തരാം. അത്രേ ഉള്ളു. ഇത് അത് കൊള്ളാൻ കേട്ടത് അവന് ചേരുന്നുണ്ട്. മാച്ചാണ് സാധനം. കൊരങ്ങനെ പൂമാല ഇട്ടുകളുണ്ട്. കൊരങ്ങനെ പൂമാല ഇട്ടുകളുണ്ട്. വാടാ 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 രസാരിയോ. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് ഇടത്തോട്ട് നടക്കണ നീ. നീ ഇങ്ങനെ ഇടത്തോട്ട് നടക്കണ നീ. ആദ്യം സ്പൈഡർമാൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? നിറ്റ് നിൽക്കണം ഒരു 5 സെക്കൻഡ്. ഇങ്ങോട്ട് ഇങ്ങോട്ടല്ല താഴോട്ട്. അങ്ങനെ നടന്നാ മതി. കൈ പൊക്കി എടാ ഒന്നാടെ അവനെ സ്പൈഡർമാൻ ഇങ്ങോട്ട് ഒരു 5 സെക്കൻഡ് എടുത്താണ്. ഒന്ന് പ്ലീസ് അവനെ കാണാൻ സ്പൈഡർമാൻ. ആ ഓക്കെ കൈ വാ ഇങ്ങോട്ടോ. എടാ ഈ വണ്ടി ഒന്ന് സേവ് ചെയ്ത് ഒതുക്കിട്ടാടാ. ജൂടാന്ന് ഒതുക്കിട്ട്. ആ ഇനി സ്പൈഡർമാൻ എന്ന റിമോട്ട് എന്നിട്ടേ. അല്ല ഇങ്ങോട്ടെ ബാക്കിലോട്ടാ. ഇങ്ങോട്ടാ പെട്ടെന്ന് നടത്തടാ. ഇനി കുറച്ച് സമയം കൂടെ ഉള്ളേ. ആ ഓക്കെ ഇപ്പഴേ കണക്റ്റിയല്ലേ ഇത് കഴിഞ്ഞിട്ടാണ് ഇത് കഴിഞ്ഞിട്ട് മതിയല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഇവനെ പലവറ്റെ കൊണ്ട് സിറ്റിസൺ അങ്ങ് വിറ്റാലോ അളിയാ. ഇവനെ പലവറ്റെ കൊണ്ട് സിറ്റിസൺ അങ്ങ് വിട്ടാലോ. അണിയന്റെ ആഗ്രഹം അതായിരുന്നു. കുണിച്ച് നിർത്തിയിട്ട് ഒരു സിറ്റിസൺ അങ്ങ് വിൽക്കണോന്ന്. എടാ മണിയാ വാടാ. ഗ്യാങ് വാടാ മണിയാ. നിനക്കൊരു സർപ്രൈസ് ഇട്ട് വാടാ മണിയാ. സ്പൈഡർമാൻ ഒന്നിട്ടടാ. സ്പൈഡർമാൻ ഒരു ഫോട്ടോ എടുക്കാം. ഒറ്റ ഫോട്ടോ. എന്നിട്ട് ഇതെല്ലാം ഇട്ടില്ല. അവൻ ഇട്ടില്ല. അതൊക്കെ അവന്റെ അഭിനയാ. കൈതാത്തിട്ട് എല്ലാരും ഫോട്ടോ എടുക്കണേ. അത് തന്നെ സ്റ്റോറിയായി. രമേശിന് കാണുമ്പോ ഒരു സന്തോഷം. ബോബോയെ മറ്റേ പരിപാടിയൊക്കെ തുടങ്ങിക്കോളിയാ. ചീ പ്ലസ് ക്ലാപ്പ് കൊടുക്കണ മണി. വാക്കിംഗ് മോട്ട് ഉണ്ടല്ലോ ചീച്ചി അതങ്ങിട്ട് നിന്റെ ഗ്യാങ്ങിലുള്ള എല്ലാവർക്കും അറിയാം. നിനക്ക് മാത്രം അറിഞ്ഞൂടെ ഈ മോട്ട്? നടന്നേ. ക്ലാപ്പ് അടിച്ച ക്ലാപ്പ് എത്രടാ. നടത്തൊക്കെ കണ്ടോളിയാ. ഏതാടാ നിനക്ക് പറ്റിയ സാധനം അതാ മച്ചു. പറടാ. ഇവനെ നമുക്ക് പുറത്ത് ഇമോട്ടിട്ട് നിർത്തിച്ചിട്ട് ആർക്കെങ്കിലും പൈസക്ക് ബേബി ഇവനെ വിറ്റെടുത്തോണ്ടോ പറ. അത് പക്ഷേ അത് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. കാരണം മറ്റേ ക്യാരക്ടർ ഹ്യൂമിലേഷനിലോട്ട് പോകുന്ന അറിഞ്ഞൂടാ. നോക്കാം. ഒരു എന്ത് ഹ്യൂമിലേഷൻ നോക്കാം. നീ ബേബിനെ വിളിച്ച് റെഡിയാക്ക്. ബേബിനെ വിളിച്ച് വാ. അത് കൊടു. ഫോട്ടോ ഒന്ന് എടുത്തോട്ടെ. ഇതുപോലെ നീ ഉൾപ്പെടെ നിന്റെ കൂടുതലുള്ള 30 എണ്ണം വന്ന് ശിഖണ്ഡിയെ പോലെ നടക്കുന്നത് തുള്ളു. മനസ്സിലായോ? ഇനി ആട് മതി. അമ്പോ വസ്തുക്കട വയ്യേ ചാച്ചാ. മതി ചാച്ചാ. എടാ നീ അതോടെ ബടിയാ എൻജോയ് ചെയ്യണേ. ബടിയാ എൻജോയ് വാടായിക്കോട്ടെ. തിരിഞ്ഞടന്നോ.
ക്ലാപ്പിട് ഇനി ക്ലാപ്പിടാ നീ ക്ലാപ്പിടാ കണ്ടി സ്ലോ ക്ലാപ്പ് ഇടറാ ഫിയറിലടാ സ്ലോ ക്ലാപ്പ് ഇടറാ ചെയ്യണ്ടി ഇടടാ അങ്ങോട്ട് ഇങ്ങനെ തന്നെ കറക്റ്റ് അവന്റെ കേട കേട സെർജിന്റെ ഗോൾ ലീഡർ അല്ലേടാ പുള്ളി ഇങ്ങനെയാണോ നടക്കുന്നത് അവൻ പഠിപ്പിച്ചു കൊടുത്താടാ ഇവനതൊന്നും കേട്ടോ ഇവൻ പെർഫെക്റ്റ് ചേട്ടാ ആക്യുറേറ്റ് ആയിട്ട് ആരുമില്ല ഇതുവരെ പിള്ളേരെ ഏത് അതിന് ഷോട്ട് ഇല്ലെങ്കിലും എന്തില്ലേലും പിള്ളേരെ തൊട്ട് കഴിഞ്ഞാൽ ഇതേപോലെ അതിന് ഏത് കണ്ടിയാണെങ്കിലും ഇതേപോലെ നാട് ഇതേപോലെ അതിന് എന്തൊക്കെ വന്നാലും അവന്റെയൊക്കെ അടയിരിക്കല് വരും ചോദിക്കാൻ വരും. സ്ലോ ക്ലാപ്പ് ഇടറാ എവിടാന്ന് വെച്ചാൽ സ്ലോ ക്ലാപ്പ് ഇടറാ നീ ഇത്രയും ദിവസം എവിടെയായിരുന്നാ നിന്റെ ആണത്തൊക്കെ ഇത്രയും ദിവസം എവിടെയായിരുന്നു ഉറപ്പില്ലായിരുന്നോ എവിടെ പോയായിരുന്നു കണ്ടില്ല ഇവിടേക്ക് അവനെ ഒന്ന് ഇൻസ്റ്റാ ലൈവ് 4 ആള് കാണട്ടടാ അവനെ ഒന്ന് കാണട്ടടാ 4 ആള് ഇങ്ങോട്ട് വാ നിന്റെ കൂട്ടത്തിലുള്ളവരെ കാണണം ശിഖണ്ഡിയെ പോലെ ഇങ്ങനെ നടക്കുന്നത് കറക്റ്റ് ചാച്ചാ പാവടാ ഇവനെ കൊണ്ട് സെർജി ഒരു മൊണ്ണാന്ന് ഒരു 10 വട്ടം പറയിപ്പിച്ചടാ അത് പറയിപ്പിച്ച ഒന്നുകൂടാ മണിയും കേക്കണ്ടാടാ മണിയും കേട്ടില്ലല്ലോ ഒന്നുകൂടി പറ സർജറി വന്ന സൗണ്ട് പറയടാ സൗണ്ട് പറ You have reached an automated ട്യൂബ്ലൈറ്റ് കണ്ടി നിങ്ങളുടെ അവനവിടെ കാണട്ടാ ക്ലാപ്പ് ചെയ്യുന്നത് ഒരു ക്ലാപ്പ് വിട്ടാടാ ഒന്ന് നിർത്താൻ പറഞ്ഞില്ലോ എല്ലാരും ഫ്രണ്ടിൽ നിന്ന് മാറടാ ഒരു ക്ലാപ്പ് വിട്ടാടാ ഇത് ശീലം ഉണ്ടോടാ എനിക്ക് ശീലം ഉണ്ടോ പെർഫെക്റ്റ് ഒരു ക്ലാപ്പ് വിടറാ ഇനി ശീലിച്ചോളും നമ്മളൊരു ജോലി സെറ്റ് പൈസ ഉണ്ടാക്കണം എങ്ങനെ പിന്നെ പരിചയമില്ലാണ്ടിരിക്കടാ പരിചയം ഇല്ലെന്ന് പറഞ്ഞു ഇന്ന് മുതൽ പരിചയം ആവും 5 മിനിറ്റ് കൂടെ അല്ലേ ശീലാവാനൊന്നുമില്ല ഇവന് ഇതല്ലേ പണി ഇതല്ലേ എന്ത് ശീലാവാൻ ഓ സമാധാനമായി വീഡിയോ എടുക്കട്ടെ ഓർമ്മിച്ചത് ഈ ഞാൻ ബോബോയോട് ഒരു സോറി പറ ആ സോറി പവറില്ലല്ലോ ബോബോയോട് പറഞ്ഞതിനകത്ത് സോറി ബോബോ അയ്യോ അത് പവർ പോരില്ലോടാ നല്ല എന്നോട് സോറി പറഞ്ഞപ്പോ ഒരു പവർ ഉണ്ടായിരുന്നു ബോബോയോട് പറഞ്ഞപ്പോ അതില്ല സോറി പവർഫുൾ ആയിട്ട് സോറി അത് പവർ പോരല്ലോടാ പോരാ ഒന്നുകൂടെ കേക്കട്ടെ നീ നിർത്താതെ 10 വട്ടം സത്തവാ അങ്ങനല്ല ബോബോ തിരിഞ്ഞു ചെരുപ്പൂരി കാല് തൊട്ടണോ സോറി പറ ഒരു 10 അത് സൂപ്പർ ആയിരിക്കും വീഡിയോ എടുക്കട്ടെ അറിയാതോ നാടല്ല കൂടുതലേ
സോറി ബൈ സോറി ബൈ സോറി ബോബോയ് വ്യക്തം വേണം കാരണം വ്യക്തം പറഞ്ഞില്ലെങ്കിൽ സമയം കൂടും കേട്ടോ സോറി ബൈ സോറി ബൈ മര്യാദക്ക് പറയടാ മര്യാദക്ക് പറയടാ സോറി ബൈ സോറി ബൈ നീ മര്യാദക്ക് പറയുന്ന വരെ നീ പറഞ്ഞു അതെ സോറി ബൈ നീ നോർമൽ തുടർന്ന് നമ്മൾ നിർത്താൻ പറയണേ അന്നേരം നിർത്താൻ പറയത്തോ അതുവരെ പറഞ്ഞോ നീ പറയടാ നീ പറയടാ പോരാ പറഞ്ഞ പോരാ നമുക്ക് തൃപ്തി സോറി ബൈ സോറി ബൈ ചേഞ്ച് ഉണ്ട് നീ എന്ത് വിചാരിച്ചടാ നീ ഒന്ന് താളം വിടുമ്പോ നമ്മളെ തുള്ളി തരും സോറി ബൈ സമാധാനം പറയടാ ഒരു നല്ലൊരു സോറി പറഞ്ഞ തീരുന്ന പ്രശ്നമുള്ളൂ പക്ഷെ നീ മണ്ടനായിട്ട് ഇരുന്ന് പറഞ്ഞിട്ടിരിക്കുന്നു എടാ മോനെ നല്ല രസമുണ്ട് കേൾക്കാൻ രസമുണ്ട് നീ പറ മാറ്റണ ഒരു ഫോട്ടോ ഇട് വീഡിയോ എടുക്ക് മാറ്റണം ഇപ്പുറത്ത് വീഡിയോയുടെ ഓപ്ഷൻ ഉണ്ട് വീഡിയോ ഇട് ഞാൻ കുറെ എടുത്ത് പറയടാ സോറി സോറി ബൈ സോറി ബൈ ഫുൾ സാറ്റിസ്ഫൈഡ് എന്നാലും ഇങ്ങനെ എന്റർടൈൻമെന്റ് പ്രതീക്ഷയില്ല എക്സ്പെക്ട് ചെയ്തില്ലല്ലേ സത്യമല്ലേ കൊരങ്ങന്റെ ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയും പറയായിരുന്നു അതുപോലും ഇല്ല സോറി ബൈ സോറി ബൈ കുഴപ്പമില്ല പറഞ്ഞില്ലല്ലോ പറടാ പിടിയടാ കുട്ടാ കുട്ടാ ഫോട്ടോ എടുക്കട്ടാ കാല് പിടിക്കടാ സോറി ബൈ കാലുപിടി സോറി ബൈ ആ സോറി ബൈ സോറി ബൈ ആ സോറി ബൈ ആ സോറി ബൈ ആ സോറി ആ ബോബേ ബാക്കി പറയാനുള്ളൊക്കെ അല്ല മോന്തൊക്കെ സ്ലാപ്പ് ഇട്ടു മറ്റേ സാധനം ചെയ്യടാ മറ്റേ സാധനം അല്ലല്ല നീ ഡയറക്റ്റ് സ്ലാപ്പ് ഇട്ടു ആ അക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞത് അല്ല മറ്റേ ഇത് ചെയ്യടാ ആ അത് മതി എടാ ഞാനാ വിളിച്ചത് ആ ഇനി കത്തിച്ചു കുഴപ്പമില്ല ഈ കോച്ചിനെ കൊണ്ട് തോച്ച് കോച്ച് അവൻ വിൽക്കാൻ വേണ്ടി ആളെ സെറ്റ് ചെയ്തിട്ടുണ്ട് കോച്ച്